രാവിലെ ചായ ഒരടപ്പത്ത് വെച്ചിട്ടുണ്ട്, പാല് തിളയ്ക്കുന്നുണ്ട് അവിടെ. പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ലൊക്കെ വെച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ദോശ ഇപ്പം കട്ടിയുള്ള ദോശ, നോർമൽ ദോശയും കട്ടി കുറഞ്ഞ ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്കിവിടെ കട്ടി കുറഞ്ഞത് പേപ്പർ പോലുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പം നമ്മുടെ ചായയൊക്കെ റെഡിയായി. ചായയൊക്കെ ഒന്ന് ഒഴിച്ച് കുടിക്കാനായിട്ട് എടുക്കട്ടെ. അപ്പോൾ ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ഇച്ചിരി പൊട്ടുകടലയൊക്കെ അരച്ചതാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ, തിളപ്പിക്കത്തില്ല. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പം ഇവിടെ ഈ വീഡിയോയിൽ സൗണ്ട് കേൾക്കുന്നത് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെയും പണി നടക്കുക, വേറെ 10ാം നമ്പറിൻ്റെയും പണി നടക്കുക. അപ്പോൾ ഈ ഡ്രിൽ മെഷീൻ്റെയും ഇവരുടെ ആൾക്കാരുടെയൊക്കെ ഭയങ്കര സൗണ്ട്, അത് ഇതിൻ്റെ അകത്ത് ക്ലിയറായിട്ട് കേൾക്കാം. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത്. അപ്പോൾ ഈ കടുക് പൊട്ടിച്ചപ്പോൾ ഓയിലൊക്കെ ഈ ഗ്യാസേ വീണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഡീപ്പ് ക്ലീനായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അതിൻ്റെ മണ്ട വീണ ആ കടുക് പൊട്ടിച്ചപ്പോൾ ആ ഓയിലൊക്കെ തെറിച്ച് അതൊന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. പിന്നീട് കുറച്ച് ചിയാ സീഡ്, ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇങ്ങനെ ഒരു ഡബ്ബയിലാക്കിയിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ഇടയ്ക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴോ മോരുവെള്ളം ഉണ്ടാക്കുമ്പോഴോ അതിലിട്ട് കുടിക്കും. ഇന്നത്തെ ചോറ് വെച്ച് വാർക്കാൻ ഉണ്ടായിരുന്നു, അതൊന്ന് വെച്ച് വാർക്കാൻ വെച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചായിരുന്നു, അപ്പം വെളുത്തുള്ളി പൊട്ടിച്ചിട്ടില്ലായിരുന്നു. വെളുത്തുള്ളി ഇപ്പോഴും 1/4 കിലോ 90 രൂപയാണ്. അപ്പം മത്തി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ടത് വലുത് 2 പീസാക്കുന്നുണ്ട്, ചെറുത് അതുപോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കറി വയ്ക്കട്ടെ. അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ഒന്ന് പച്ചമണം പോകുന്ന വരെ മസാലയൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പുളിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് ഉലുവാപ്പൊടിയും ചേർത്ത് മീൻ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വറ്റി വരട്ടെ. ഒരു 15-20 മിനിറ്റ് ആയതിനെ നമ്മുടെ മീനൊക്കെ നന്നായി വറ്റി വന്ന് അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ മോരുകറി വെക്കാനായിട്ട് ഇച്ചിരി തൈര് ഉടച്ചായിരുന്നു, മിക്സിയിൽ അടിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി മോരും വെള്ളം കുടിക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുമ്പേ കലക്കി വെച്ച ആ ചിയാ സീഡ് കൂടെ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട്, അത് ചിലർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇടയ്ക്ക് സീഡ് കടിക്കുന്നത്, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാനതൊന്ന് ഇച്ചിരി മോരും വെള്ളം കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മോരും ഇവിടെ റെഡിയായി. ഇതിൽ തേങ്ങ അരച്ച് ചേർത്തിട്ടില്ല, അതിൻ്റെ അകത്തേക്ക് ലാസ്റ്റിൽ കടുക് കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ബിജീസ് കിച്ചൻ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.